ആഹാ, രണ്ടുപേരും ഒന്നിച്ചാണല്ലോ വരവ്. ഈ വരവ് സുപ്രധാനമായ എന്തോ കാര്യം തീരുമാനിക്കാനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ വിദ്യമ്മേ, ഞങ്ങൾക്ക് വിദ്യമ്മയോട് ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നിങ്ങൾ രണ്ടുപേരും എന്റെ രണ്ടു വശത്തിരിക്കൂ. ഇനി പറയൂ, എന്താ കാര്യം? ഇപ്പോഴുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഞാനും ദേവൂട്ടിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സന്ദീപിന്റെ അമ്മ ഈ ബന്ധം സമ്മതിക്കോ? അമ്മ എത്രമാത്രം ഈ ബന്ധത്തിന് വിയോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിദ്യമ്മേ. പക്ഷേ ഇനി അത് ഗൗനിക്കേണ്ടതില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വിവാഹശേഷം അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനി ഈ വിവാഹം ഇങ്ങനെ നീണ്ടുപോയാൽ അമ്മ കൂടുതൽ കുഴപ്പങ്ങൾ ചെന്ന് ചാടുമെന്നാ എനിക്ക് തോന്നുന്നത്. ദേവൂട്ടിക്ക് എന്താ അഭിപ്രായം? പറഞ്ഞോളൂ, എന്താ നിന്റെ മനസ്സില്? സന്ദീപ് പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ? ദേവൂട്ടി പറഞ്ഞത് കേട്ടില്ലേ സന്ദീപ്? നിന്റെ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണത്തിന് അവക്ക് താല്പര്യമില്ലെന്നാ പറയുന്നത്. അത് വിവാഹത്തിന് അവക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ അവള് മാനിക്കുന്നത് നിന്റെ അമ്മയുടെ മനസ്സിനെയാ. പിന്നെ എന്താണ് വിദ്യാമ്മ ഇതിനൊരു പരിഹാരം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആവേശത്തിന്റെ പുറത്ത് ഇപ്പോ ഒരു തീരുമാനം എടുക്കണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ യഥാസമയം മൂകാംബിക ദേവി ഒരു തീരുമാനം കൈക്കൊള്ളും. അതേ സംഭവിക്കാനും പോകുന്നുള്ളൂ. അതുകൊണ്ട് സമാധാനത്തോടെ തിരിച്ചു പോകും. അമ്മ മഹാമായയിൽ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം ആ തീരുമാനത്തിനാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. മനസ്സിലായോ?